ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വാട്സപ്പിൽ ഇപ്പോൾ പല ആൾക്കാർക്കും നീല കളറിലുള്ളൊരു വളയം പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടാകും. ഇങ്ങനെയാണ് വാർത്തകളിലൊക്കെ പറഞ്ഞത്. എന്നാൽ ഈ ഒരു സംഭവം യഥാർത്ഥത്തിൽ നമ്മുടെ വാട്സപ്പിൽ ബ്ലൂ, റോസ്, വാലറ്റ് എന്നീ കളറുകളിൽ മിക്സായിട്ടുള്ള ഒരു ഐക്കണായിട്ടാണ് നമ്മുടെ വാട്സപ്പിൽ വന്നിട്ടുണ്ടാകുക. ഇത് വാട്സപ്പിൻ്റെ മെറ്റ എ എന്ന് പറയുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റ് ഫീച്ചറാണ്. എന്താണ് മെറ്റ എ എന്നും ഈ മെറ്റ എ എന്ന ഫീച്ചർ നമ്മുടെ വാട്സപ്പിൽ എങ്ങനെ ഉപയോഗിക്കാം തുടങ്ങിയ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ നിങ്ങൾ നിർബന്ധമായിട്ടും അവസാനം വരെ കാണുക. ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ആ ഒരു വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. തീർച്ചയായിട്ടും ആ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണ്. ഇവിടെ നമ്മുടെ വാട്സപ്പിൽ മെറ്റ എ എന്ന ഫീച്ചർ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പിൽ ലേറ്റസ്റ്റ് ബീറ്റ വെർഷനിൽ അപ്ഡേറ്റ് ചെയ്യുക. എങ്കിൽ നമ്മുടെ വാട്സപ്പിൽ മെറ്റ എ എന്ന ഫീച്ചർ നമ്മുടെ വാട്സപ്പിൽ വരും. അതിനായിട്ട് നമ്മുടെ വാട്സപ്പിൽ ലേറ്റസ്റ്റ് ബീറ്റ വെർഷനിൽ അപ്ഡേറ്റ് ചെയ്യാനുള്ള ലിങ്ക് ഈ വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് കൊണ്ട് ഡയറക്റ്റായി കൊണ്ട് തന്നെ നമ്മുടെ വാട്സപ്പിൽ ലേറ്റസ്റ്റ് ബീറ്റ വെർഷനിൽ അപ്ഡേറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ വാട്സപ്പിൽ ലേറ്റസ്റ്റ് ബീറ്റ വെർഷനിൽ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് മെറ്റ എ എന്ന ഫീച്ചർ നമ്മുടെ വാട്സപ്പിൽ വരും. ഇനി നമ്മൾ വാട്സപ്പ് അപ്ഡേറ്റ് ചെയ്തിട്ടും നമ്മുടെ വാട്സപ്പിൽ മെറ്റ എ എന്ന ഫീച്ചർ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ വാട്സപ്പിൻ്റെ അടുത്ത അപ്ഡേറ്റിൽ നമ്മുടെ വാട്സപ്പിൽ ലേറ്റസ്റ്റ് ബീറ്റ വെർഷനിൽ അപ്ഡേറ്റ് ചെയ്യുക എങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ വാട്സപ്പിൽ മെറ്റ എ എന്ന ഫീച്ചർ നമ്മുടെ വാട്സപ്പിൽ വരും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് വാട്സപ്പിൽ മെറ്റ എ എന്ന ഫീച്ചർ നമ്മുടെ വാട്സപ്പിൽ വന്നിട്ടുണ്ടെങ്കിൽ ചില ആൾക്കാർക്കൊക്കെ ഈ മെറ്റ എ എന്ന ഫീച്ചർ നമ്മുടെ വാട്സപ്പിൽ കാണണ്ട, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പിൽ നിന്ന് ആ മെറ്റ എ എന്ന ഫീച്ചർ ഡിസേബിൾ ചെയ്യണം എന്നൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ളവർക്ക് നമ്മുടെ വാട്സപ്പിലുള്ള മെറ്റ എ എന്ന ഫീച്ചർ എങ്ങനെ ഡിസേബിൾ ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ ഭാഗത്ത് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്കും എല്ലാവർക്കും ഉപകാരപ്പെടുന്നതാണ്. അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുക. എന്നിട്ട് ഈ വീഡിയോ നിങ്ങൾ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെടട്ടെ. ഇതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന പുതിയ പുതിയ വീഡിയോകളൊക്കെ യൂട്യൂബിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കാൻ നമ്മുടെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. എങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇത്തരം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന പുതിയ പുതിയ വീഡിയോകളൊക്കെ യൂട്യൂബിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് പോകാം. അതിനായി നമ്മുടെ വാട്സപ്പിൽ മെറ്റ എ എന്ന ഫീച്ചർ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ലേറ്റസ്റ്റ് ബീറ്റ വേർഷനിൽ നമ്മുടെ വാട്സപ്പ് അപ്ഡേറ്റ് ചെയ്യുക. എങ്കിൽ നമ്മുടെ വാട്സപ്പിൽ മെറ്റ എ എന്ന ഫീച്ചർ ഡിസേബിൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷന് നമുക്ക് നമ്മുടെ വാട്സപ്പിൽ പുതിയ ഫീച്ചറായിട്ട് ലഭിക്കും. അതുപോലെ നമ്മുടെ വാട്സപ്പ് ലേറ്റസ്റ്റ് ബീറ്റ വേർഷനിൽ അപ്ഡേറ്റ് ചെയ്യാനുള്ള ലിങ്ക് വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ വാട്സപ്പ് ലേറ്റസ്റ്റ് ബീറ്റ വേർഷനിൽ അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. ശേഷം നമ്മുടെ മൊബൈൽ ഫോണിലുള്ള വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. അന്നേരം ഇങ്ങനെ ഒരു ഇൻ്റർഫേസിൽ നമ്മുടെ വാട്സപ്പ് ഓപ്പൺ ആയിട്ട് വരും. ഇതിലിവിടെ ഹോം പേജിൽ കോൺടാക്റ്റ് ബട്ടൻ്റെ മുകളിലായിട്ട് ബ്ലൂ, റോസ്, വാലറ്റ് എന്നീ കളറുകളിൽ മിക്സ് ആയിട്ടുള്ളൊരു ഐക്കൺ കാണാൻ സാധിക്കും. അതാണ് മെറ്റ എ എന്ന് പറയുന്ന ഫീച്ചർ. ആ ഒരു ഫീച്ചർ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മെറ്റ എ ഐയുടെ ഇതേപോലെ ഒരു ചാറ്റ് ബോട്ട് ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ നമുക്ക് ഈ ഒരു മെറ്റ എ ഐയുമായിട്ട് നമുക്ക് ചാറ്റ് ചെയ്യാൻ സാധിക്കും. അതായത് നമ്മളൊരു മനുഷ്യനോട് അങ്ങോട്ടും ഇങ്ങോട്ടും ആശയവിനിമയം നടത്തുന്ന പോലെ നമുക്ക് ഇതിലിവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാറ്റ് ചെയ്തുകൊണ്ട് ആശയവിനിമയം നടത്താം. അതുപോലെ നമ്മളിവിടെ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം തരികയും ചെയ്യും. മാത്രമല്ല ഇതിലൂടെ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ പറയുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും വർക്കുകൾ നമ്മൾ കൊടുക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരം നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്കിവിടെ തരികയും ചെയ്യും. അത്തരത്തിലുള്ള ഒരു ചാറ്റ് GPT പോലെ തന്നെയുള്ള ഒരു AI ചാറ്റ് ബോട്ടാണ് മെറ്റ എ എന്നുള്ളത്. അപ്പോൾ ഈ ഫീച്ചർ വാട്സപ്പിൽ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ഉപയോഗിച്ച് നോക്കണം. തീർച്ചയായും നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടുന്നതാണ്. വാട്സപ്പിലെ ഈ ഫീച്ചറിലുള്ള സർവീസ് പെയ്ഡ് അല്ല, തികച്ചും ഫ്രീ ആണ്. ഇനി നമ്മുടെ വാട്സപ്പിലുള്ള മെറ്റ എ എന്ന ഫീച്ചർ നമുക്ക് നമ്മുടെ വാട്സപ്പിൽ എങ്ങനെ ഡിസേബിൾ ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് മുകളിൽ കാണുന്ന 3 ഡോട്ട് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അന്നേരം ഇതുപോലെ മെനു ബാർ വരും. അതിൽ സെറ്റിംഗ്സ് എന്ന ഓപ്ഷൻ കാണും, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വരുന്ന ഭാഗത്ത് ചാറ്റ്സ് എന്ന ഓപ്ഷൻ കാണും, ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അന്നേരം ചാറ്റ്സ് എന്ന പേജ് ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇതിലിവിടെ താഴേക്ക് സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ഷോ മെറ്റ എ ബട്ടൺ എന്ന് പറയുന്ന ഒരു ബട്ടൺ ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ മെറ്റ എ ഫീച്ചർ എനേബിൾ ആണെന്നുണ്ടെങ്കിൽ അത് ഇവിടെ ഡിസേബിൾ ചെയ്ത് കൊടുക്കുക. ഇത്തരം ചെയ്തിട്ട് ബാക്ക് അടിച്ച് വന്നിട്ട് വാട്സപ്പിന്റെ ഹോം പേജിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. നേരത്തെ വാട്സപ്പിന്റെ ഹോം പേജിൽ കോൺടാക്റ്റിന്റെ മുകളിൽ മെറ്റ എ എന്ന ഫീച്ചർ നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ അത് കാണുന്നില്ല, അത് ഡിസേബിൾ ആയിട്ടുണ്ട്. ഇങ്ങനെ നമ്മുടെ വാട്സപ്പിലുള്ള മെറ്റ എ എന്ന ഫീച്ചർ ഡിസേബിൾ ചെയ്യാം. അതും വളരെ എളുപ്പമാണ്. അപ്പോൾ വാട്സപ്പിൽ ഈ മെറ്റ എ ഫീച്ചർ ഡിസേബിൾ ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ലേറ്റസ്റ്റ് ബീറ്റ വെർഷനിൽ അപ്ഡേറ്റ് ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ലേറ്റസ്റ്റ് ബീറ്റ വെർഷനിൽ അപ്ഡേറ്റ് ചെയ്യാനുള്ള ലിങ്ക് ഈ വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ വാട്സപ്പ് ലേറ്റസ്റ്റ് ബീറ്റ വെർഷനിൽ അപ്ഡേറ്റ് ചെയ്യുക. എങ്കിൽ ഈ ഒരു ഓപ്ഷൻ നമുക്ക് വാട്സപ്പിൽ പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതാണ്. എന്തായാലും ഇത്തരം നല്ല പുതിയ വീഡിയോകൾ യൂട്യൂബിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കാൻ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു, ബൈ ബൈ.